ബാക്ക്. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അല്ല, ഒരു മിനി വ്ലോഗ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. സോ നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ ഇട്ടു. അതിനുശേഷം ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുമല്ലോ. സോ അതുകൊണ്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു മുട്ട, അതിലേക്ക് കുറച്ച് മിൽക്ക്, അതുപോലെ 1 സ്പൂണ് ക്രീം ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. പക്ഷേ എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്തു. അതിനുശേഷം ഒരു 2 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ആ ഒരു എഗ്ഗിൻ്റെ ഒരു മണം ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ 1 ബൈ 1 ആയിട്ട് നമ്മുടെ ബ്രെഡ് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. ഡിപ്പ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് എല്ലാ വശവും കവർ ചെയ്യുന്നത്തക്ക രീതിയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. ഇങ്ങനെ 1 ബൈ 1 ആയിട്ട് നമ്മൾ 4 ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ 4 ബ്രെഡും ഇതുപോലെ നമ്മുടെ ബാറ്ററിനകത്ത് ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് നമുക്ക് ടോസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മാക്സിമം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഞാൻ ബാറ്റർ ബാക്കി വന്നത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇനി അത് അടച്ച് വെച്ചിട്ടൊന്ന് പെട്ടെന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ നമ്മൾ ഫ്ലെയിമും ശ്രദ്ധിക്കണം. അതുപോലെ ഇതിൻ്റെ സൈഡ് ബൈ സൈഡ് നമ്മൾ കുക്ക് ചെയ്ത് എടുക്കണം. പെട്ടെന്ന് കുക്കാകും. ബ്രെഡാണ്, അതുപോലെ മിൽക്കും എഗ്ഗും ഒക്കെ അല്ലേ, അതുകൊണ്ട് ഒരുപാട് ടൈമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തയ്യാറാവും. സോ ഇത്രയേ ഉള്ളൂ ബ്രെഡ് ടോസ്റ്റിൻ്റെ ഒരു റെസിപ്പി. നമുക്ക് എന്തെങ്കിലും നമ്മൾ ബട്ടറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും സോസസിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ഞാനിവിടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. സോ ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഹസ്ബൻഡ് ജോലിക്ക് പോയി. ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടിയാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ബർത്ത്ഡേയുടെ അന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ്. സോ ഹസ്ബൻഡ് പോയി, അതിന് ശേഷം എനിക്കൊരു ഓർഡർ വന്നു. ഇത് ബാത്ത് ആൻഡ് ബോഡിയുടെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറച്ച് ബോഡി ലോഷനും സ്പ്രേയും ഹാൻഡ് ക്രീം അങ്ങനെ കുറച്ച് സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഓർഡർ വന്നു. അപ്പോൾ അതൊക്കെ നോക്കുകയാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ ബാത്ത് ആൻഡ് ബോഡി. നല്ല ബോഡി ലോഷനും അവരുടെ സ്പ്രേ ആണെങ്കിലും ഹാൻഡ് ക്രീം ആണെങ്കിലും എല്ലാം സൂപ്പർബാണ്. ഈ ഹലോ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതാണ് കേട്ടോ എനിക്കിതിൽ ഇത്രയും വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്, ഹലോ ബ്യൂട്ടിഫുൾ. ബാക്കിയുള്ളതൊന്നും കൊള്ളില്ല എന്നല്ല, എനിക്ക് ആ കൂട്ടത്തിൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് തോന്നിയതാണ്. പിന്നെ ഈ ഒരു ഡാർക്കിസിൻ്റെ ഇത് എനിക്ക് തോന്നുന്നത് നാട്ടിൽ അങ്ങനെ എപ്പോഴും അവൈലബിൾ അല്ല എന്ന് തോന്നുന്നു. ഈ ഒരു ബോഡി ക്രീം ഒട്ടും സ്റ്റിക്കിയുമല്ല, ഒരു വാട്ടറി ഫീലും നമുക്ക് കിട്ടില്ല. പക്ഷെ നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് മോയ്സ്ചറാകും. അതുപോലെ തന്നെ നല്ല നറിഷിങ് ആണ്, നല്ലപോലെ ലോങ് ലാസ്റ്റിങ് ചെയ്യും. ഒരുപാട് വാട്ടറി ഫീൽ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. സോ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ സൈറ്റിൽ നോക്കിയാൽ മതി. നെക്സ്റ്റ് അടുത്തതും ഒരു ബോഡി ക്രീം തന്നെയാണ്. ഇതും ആ സെയിം ഒരു ഫോമാറ്റിലുള്ളതാണ്. ആ ഒരു ടെക്സ്ചർ വൈസ് രണ്ടും സെയിം ആണ്. പിന്നെ ഇത് ഒരു ബോഡി ലോഷൻ തന്നെയാണ്, സൺഗ്ലോ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു 2 എണ്ണം ഫ്രാഗ്രൻസ് വൈസ് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഇത് വൈൽഡ് സാൻഡ് ആണ്. പിന്നെ ഇതിൽ നമുക്ക് വൈറ്റമിൻ ഇ, ഷിയ ബട്ടർ, കോക്കനട്ട് ഓയിൽ ആ ഒരു ഇത് വരുന്നതാണ്.
പിന്നെ ഈ ചെറുത് ഒരു ഹാൻഡ് ക്രീമാണ് കേട്ടോ. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ഹാൻഡ് ബാഗിൽ ക്യാരി ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിയതാണ്. പക്ഷേ ടു ബി ഫ്രാങ്ക്, എനിക്കിൻ്റെ സ്മെൽ വൈസ് എനിക്ക് അങ്ങോട്ട് അധികം ഇഷ്ടമായില്ല. പക്ഷേ അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സ്കിന്നിലും നല്ലതാണ്, നമ്മൾ ഡ്രൈ ആവത്തൊന്നുമില്ല. പക്ഷേ സ്മെല്ലെന്തോ എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ഒരു ബോഡി സ്പ്രേ ആണ്. ബോഡി സ്പ്രേ നല്ല ഫ്രാഗ്രൻസ് ഉള്ളൊരു ബോഡി സ്പ്രേ ആണ്. സൺസെറ്റ് ഗ്ലോ എന്നാണ് ഇതിൻ്റെ പേര്. സോ ഇത്രയും ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയേ ഉള്ളൂ. എല്ലാം നല്ല അടിപൊളി പ്രോഡക്റ്റ്സ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ലഞ്ചിന് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തില്ല. ഞാൻ വീട്ടിൽ വിളിച്ച് എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ച് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയതാണ്. പിന്നെ ലഞ്ചിന് ഹസ്ബൻഡ് വന്നു, അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ലഞ്ച് കഴിച്ചു. പിന്നെ ഇത് തലേന്ന് രാത്രിയിലെടുത്ത വീഡിയോ ആണ് കേട്ടോ. തലേന്ന് രാത്രിയിലാണ് ഞങ്ങൾ കേക്ക് വാങ്ങിക്കാനായിട്ട് പോയത്. നമ്മുടെ അടുത്തുള്ളൊരു കേക്ക് ഷോപ്പിലാണ് പോയത്. അങ്ങനെ അവിടെ നിന്നൊരു കേക്കൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ കേക്കും സ്വീറ്റ്സും ഒക്കെ വാങ്ങി രാത്രി 12 മണിയായപ്പം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. ബിക്കോസ് രാവിലെ എന്തായാലും തിരക്കൊക്കെ ആയതുകൊണ്ട് പാടായിരിക്കുമല്ലോ, അപ്പോൾ ഫോട്ടോസ് എടുക്കാനും ഒന്നും പറ്റില്ല. പിന്നെ ഞങ്ങൾ ഒന്നിച്ചുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് രാത്രിയിൽ തന്നെ 12 മണിയായപ്പോൾ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ രാത്രിയിൽ ഞങ്ങൾ കട്ട് ചെയ്തു. പിന്നെ അഖി ജോബൊക്കെ കഴിഞ്ഞ് ഈവനിങ് വന്നു. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മളിന്ന് നൈറ്റ് പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ എന്ത് വേണം എന്നുള്ള ഡിസ്കഷനിൻ്റെ ഒടുവിൽ ഞങ്ങൾ എന്തൊക്കെ വേണമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ ചിക്കൻ്റെ ഗ്രില്ലാണ് കേട്ടോ. ഗ്രില്ലല്ല, ചാർക്കോള് പെപ്പറിൻ്റെ എടുത്തത്. പെപ്പർ ചാർക്കോൾ, പിന്നെ ഒരു അവക്കാഡോ. എനിക്കെപ്പോഴും അവക്കാഡോ തന്നെയാണ് ഇഷ്ടം. സോ ഇന്നും അതുപോലെ തന്നെ അവക്കാഡോയും. അഗി മാംഗോ ജ്യൂസായിരുന്നു. സോ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. മൊത്തത്തിൽ എല്ലാം അടിപൊളിയായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ പിന്നെ റൂമിൽ വന്നു. അങ്ങനെ നല്ലൊരു ദിവസം കൂടി പോയി. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എന്തായാലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ടാറ്റാ, ബൈ.